നമ്മളത് എടുക്കുന്ന ഗൗരവം, എത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ആ രീതിയിൽ തന്നെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. സൃഷ്ടിതാവായ ദൈവം അമ്മമാർക്ക് ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു, പിതാക്കന്മാർക്ക് ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു. ആ ദൗത്യങ്ങൾ ചെയ്യേണ്ടത് പിതാക്കന്മാരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഞാൻ പലപ്പോഴും പിതാക്കന്മാരത് ചെയ്യാതെ പോകുന്ന മുഖാന്തരം ഭവനങ്ങളിൽ ഒത്തിരിയും പ്രയാസങ്ങളും തകർച്ചകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അത് കാണുന്നതാണ്. ചിലപ്പോഴത് ആ ഒരു തലമുറയിൽ വരുന്ന ആ ഡാമേജ് അനേക തലമുറകളിലോട്ട് അത് പോകും. ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പല കഷ്ടതകൾ, പല ബുദ്ധിമുട്ടുകൾ, പല പ്രയാസങ്ങൾ, ഇതിൻ്റെ എല്ലാം പിന്നാലെ നമ്മുടെ പിതാക്കന്മാരാരെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവർ ഉണ്ടായിരിക്കാം. നമുക്കറിയാൻ ഒക്കത്തില്ല. നമുക്കറിയാവുന്ന എത്ര തലമുറ പുറമോട്ട് നമുക്കറിയാം അല്ലേ? 2, 3 വീട്ടിലൊരു ഫോട്ടോ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് 5, 6, 7 തലമുറ പുറകിലോട്ടുള്ളൊരു വ്യക്തിയുടെ ഒരു ഫോട്ടോ. ഒരു കൂട്ടം ആൾക്കാരുടെ അതിനകത്തുനിന്ന് ഒരു വ്യക്തിയുണ്ട് ഏറ്റവും ബാക്കിൽ. അപ്പം ഇവരെ ആരെയും നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിനകത്ത് ആ ഫോട്ടോയ്ക്കകത്ത് എൻ്റെ പപ്പ ഒരു കൊച്ചിൻ നിക്കറിട്ടുകൊണ്ട് മുന്നേ നിൽക്കുന്ന ഒരു കൊച്ചു പയ്യനാണ്. അങ്ങോട്ടുള്ള അതിൻ്റെ പുറമോട്ടുള്ള തലമുറകളെ അറിയത്തില്ല. പപ്പായുടെ 3ാമത്തെ വയസ്സിൽ പപ്പായുടെ ഫാദർ മരിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് പപ്പ വരെയുള്ള അറിയത്തുള്ളൂ. പപ്പായുടെ അമ്മയുണ്ടായിരുന്നു. അത് ഞാൻ ഒത്തിരിയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ തലമുറകൾ പുറമോട്ടുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യം ക്രമീകരിച്ച് ദൈവം തന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ഉറച്ചു നിൽക്കാമെങ്കിൽ വരും തലമുറകൾക്ക് അതൊരു അനുഗ്രഹമായി തീരും. വരും തലമുറകൾക്ക് ഒരു തകർച്ചയ്ക്ക് പകരം, ശാപത്തിന് പകരം അത് അനുഗ്രഹമായി തീരാൻ വേണ്ടി ഒരവസരമുണ്ട്. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ? ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസ്തയോട് ഡേ ടു ഡേ, ഓരോ ദിവസം വിശ്വസ്തയോട് അങ്ങനെ ജീവിക്കുകയും അങ്ങനെ തലമുറകളെ വളർത്തിക്കൊണ്ടുവരാനും മാത്രം ചെയ്താൽ മതി. ബാക്കി ദൈവം ചെയ്തോളും. ബാക്കി അതിൻ്റെ നാച്ചുറൽ റിസൾട്ടായിട്ട് തലമുറകളിൽ. ഞങ്ങൾ ഫ്ലോറിഡയിലായിരുന്നപ്പോൾ പുതിയൊരു പ്രവർത്തനം അവിടെ ആരംഭിക്കുമായിരുന്നു. ഫുൾ ടൈം ജോലിയായിരുന്നു. വെളുപ്പിനെ വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങും, വൈകിട്ട് 5, 6, 7 മണിക്കൊക്കെയാണ് ചിലപ്പോൾ വരുന്നത്. ഫുൾ ജോലി. അതിൻ്റെ കൂടെ തന്നെ പുതിയൊരു പ്രവർത്തനം ആരംഭിക്കുക. ഞങ്ങൾക്കൊരു സഹോദരനെ അറിയാമായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ സുവിശേഷം പറയുകയും പലരോടും പറയുന്നത്, ഈ ഒരു വ്യക്തി എത്ര പറഞ്ഞാലും ഒരു മാറ്റമില്ല, ഒരു അടുക്കുന്നില്ല. കർത്താവിനെക്കുറിച്ച് പറയുന്ന സമയത്തേക്ക് അങ്ങ് എഴുന്നേക്കും. എനിക്ക് പോകണം, അത്യാവശ്യം ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അതെങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കുമോ അതുപോലെ അവോയ്ഡ് ചെയ്ത് പോകുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ശ്രദ്ധിക്കാൻ തുടങ്ങി. ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാറി. എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിച്ചാൽ ഒക്കത്തില്ല. എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറക്കാൻ തുടങ്ങി. ഒരു മാറ്റം വരാൻ തുടങ്ങി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വ്യത്യാസങ്ങൾ തുടങ്ങി. ഈ അധ്യായത്തിലൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന് 4 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4 തൊട്ട് 9 വരെ ഉള്ള വാക്യങ്ങൾ നോക്കിയാൽ, ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഈ 2 വാക്യങ്ങൾ മാത്രം എടുത്തിട്ട് അടുത്ത സ്ലൈഡിലോട്ട് പോകാം.
ഞാൻ ഇതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുത്തേക്കുന്നത് ഫ്രം യുവർ ഹാർട്ട് ടു യുവർ ഹോം ടു ദ കമ്മ്യൂണിറ്റി. സോറി, അത് മാത്രം ഞാൻ മലയാളത്തിലോട്ട് ഇടാൻ മറന്നുപോയി. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഭവനത്തിൽ, പിന്നെ നമ്മുടെ സമൂഹത്തിലോട്ട്. ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നത് നമ്മുടെ ഭവനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, പിന്നെ നമ്മുടെ സമൂഹത്തിലോട്ട്. 3 കാര്യങ്ങളാണ്, 3 സ്റ്റെപ്പ്. ഒന്ന്, നമ്മുടെ ഹൃദയത്തിലായിരിക്കുന്ന എന്തൊക്കെയോ, വാട്ട് ഇസ് ഇൻ യുവർ ഹാർട്ട് ഈസ് വാട്ട് യു ലവ്. നമ്മുടെ ഹൃദയത്തിലുള്ളതിനെ നമ്മൾ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ അത് വേണം തിരിച്ചും പറയാം, അല്ലേ? നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. 2 രീതിയിൽ പറഞ്ഞാലും കറക്റ്റ് ആവും. നമ്മുടെ ഹൃദയത്തിലുള്ളതിനെ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ വാക്യം ഒന്നുകൂടെ നോക്കിയേ. ഇസ്രായേലേ കേൾക്ക. ഇന്ന് നമ്മൾ ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പല പേരുകളെന്ന് പറയും. റാഫ, ഇങ്ങനെ ഓരോ പേരുകൾ പറയും. അപ്പം ഞാൻ പെട്ടെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. നമ്മളൊക്കെ ചിന്തിക്കും യഹോവ എന്നുള്ള ദൈവത്തിൻ്റെ പേരാണ്. എന്നാലും അതും അതിൻ്റെ ഗ്രാമർ എടുത്ത് നോക്കുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞില്ലയോ, അതുമായിട്ട് ഏറ്റവും കണക്ഷനുള്ളൊരു വാക്കാത്. പിന്നെ ദൈവത്തിൻ്റെ പേരെന്തുവാ? ദൈവത്തിന് എന്തിനാ പേര്? എനിക്ക് പേരുണ്ടല്ലോ ഒക്കത്തുള്ളൂ, അല്ലേ? എത്ര ഇപ്പോഴേ 8 ബില്യൺ ആണോ ജനസംഖ്യ ലോകത്തിൽ? അങ്ങനെ കണ്ട ഇത്ര 8 ബില്യൺ ഉള്ളതിനകത്തുനിന്ന് ഈ ഒരു വ്യക്തിയെ കണ്ടെത്തണമല്ലോ. ദൈവം എത്ര ഉണ്ട്? എത്ര ദൈവങ്ങളുണ്ട്? ഇതെല്ലാത്തിനും സൃഷ്ടിച്ച് ദൈവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എന്തിനെ ഒരു ദൈവമാക്കാം. എന്നാലും സൃഷ്ടിതാവായിട്ടുള്ള ദൈവം ഒരാളേ ഉള്ളൂ. എന്തിനാ പേരെന്തെടുക്കാനാ? പേരിൻ്റെ ആവശ്യമില്ല ദൈവത്തിന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പല പല വാക്ക്, ദൈവത്തിൻ്റെ പല ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് കാണിക്കാൻ. ദൈവം ഏകനാണ്. ദൈവം ഏകനാന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ആ ദേശത്ത് ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, ഓരോ ദേശത്തും ഒരു ദൈവമുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ തിരുവല്ല എത്തുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ ആ തിരുവല്ലയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവിടുത്തെ എന്തെങ്കിലും ഒരു ക്ഷേത്രം കണ്ടുപിടിച്ചിട്ടില്ല, അവിടുത്തെ ദേവന് വേണ്ടി പോയി പ്രാർത്ഥിക്കുകയും ഒരു വിളക്ക് കത്തിക്കുകയും എന്തൊക്കെ ചെയ്യണം. അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പം അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു. യഹോവയെ ദൈവം തൻ്റെ മക്കളോട് പറഞ്ഞ എന്തുവാ? ഞാൻ അവരുടെ കൂടെ സഞ്ചരിക്കും. സംശയം ഉണ്ടെങ്കിൽ 1 ശമൂവേൽ 7-ാം അധ്യായം എടുത്ത് നോക്കിയാൽ മതി. പിന്നെ വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി. 1 ശമൂവേൽ 7-ാം അധ്യായം. ദാവീദ് ദൈവത്തിന് ഒരു ആലയം പണിയാൻ വേണ്ടി താല്പര്യം പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ വലിയ കൊട്ടാരത്തിൽ വസിക്കുന്നു, എൻ്റെ യഹോവയായ ദൈവം ഈ കൂടാരത്തിലാണല്ലോ, ഞാനൊരു വീട് പണിയാം, ദൈവത്തിനൊരു മന്ദിരം പണിയാം. ദൈവം പറഞ്ഞു, എന്തെടുക്കാനാ? ആർക്ക് വേണം? ഞാൻ വസിക്കാനോ? ദൈവം പറഞ്ഞു, എനിക്ക് വീടൊന്നും വേണ്ട, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുക. വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കിയാൽ മതി. 7-ാം അധ്യായത്തിലാണ് ദൈവം ദാവീദ് നല്ലൊരു ഓഫർ കൊടുക്കുക. ദാവീദ് ചിന്തിക്കുന്ന ദൈവത്തിന് വലിയൊരു ഓഫർ കൊടുക്കുക. ദൈവം ആർക്കാ? നീയോ? നീ എനിക്ക് വീട് പണിയുമോ? വലിയ രസം അത് നോക്കുമ്പോൾ. അപ്പം ദൈവം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. നമ്മൾ ചിന്തിക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി ഇന്നത് ചെയ്തു, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത് ചെയ്തു, അത് ചെയ്തു. എന്ത് ചെയ്യാനോ? നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ ആരാ? സ്തോത്രം. സകലതിനെ സൃഷ്ടിച്ച ദൈവം, നമുക്കും ജീവൻ തന്ന ദൈവം, നമുക്കും ഓരോ ദിവസം ശ്വസിക്കാൻ വേണ്ടിയുള്ള ആ ശ്വാസം എത്ര 2 മിനിറ്റോ 3 മിനിറ്റോ പോയാൽ പിന്നെ നമ്മൾ കാറ്റ് പോയി, അല്ലേ? ഓരോ ദിവസം ശ്വസിക്കാൻ, ഓരോ മിനിറ്റ് ശ്വസിക്കാൻ വേണ്ടി നമുക്ക് പ്രാപ്തി തന്ന ആ ദൈവം. ഇവിടെ പറഞ്ഞേക്കുന്ന ദൈവം ഏകനാണ്. ഒരു ദൈവമേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പ്രത്യേകത എന്തുവാ? ഒരു ദൈവമേ ഉള്ളെങ്കിൽ ആ ദൈവം കൽപ്പിച്ചത് അനുസരിക്കുന്നത് ഓപ്ഷനല്ല. സ്തോത്രം. മനുഷ്യർ ഒത്തിരിയുണ്ട്,
മനുഷ്യർ പറയുന്നതും കൽപ്പിക്കുന്നതും കേട്ടിട്ട് നമുക്ക് ആലോചിക്കാം, അനുസരിക്കണോ വേണ്ടായോ, ഞാൻ തീരുമാനിച്ചിട്ടാട്ടെ, ഞാൻ തീരുമാനിക്കാം, ഞാനൊന്ന് ചിന്തിക്കട്ടെ. എന്നിട്ട് ദൈവം പറയുമ്പോഴോ വേറെ ചിന്തിക്കാനോ തീരുമാനിക്കാനോ ആലോചിക്കാനോ ഒന്നുമില്ല. ദൈവം പറയുന്നത് ഉടനെ തന്നെ അനുസരിക്കുക എന്ന് അതിനപ്പുറം വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവം ഏകനാണ്. ഈ ദൈവത്തെ എന്ത് ചെയ്യണം? ഈ വാക്കുകൾ ഇച്ചിരി കട്ടിയാ. ഈ ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോട്. ഇവിടെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിലുള്ളതിനെ നമ്മൾ സ്നേഹിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോട്. അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ ഹൃദയത്തിന് മൊത്തമായിട്ട് ഉള്ള സ്നേഹം, അതോ നമ്മുടെ സ്നേഹം മുഴുവനും കർത്താവിന് വേണ്ടി മാത്രം? ഓർക്കുന്നോ, ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. ഏശാവ് വന്ന് ചോദിച്ചു, അപ്പാ എനിക്ക് ഒരനുഗ്രഹം ഇല്ലയോ, എന്തെങ്കിലും ഇല്ലയോ, ഒരിച്ചിരെങ്കിലും? പറഞ്ഞു, എല്ലാം അവന് കൊടുത്തു, മൊത്തം കൊടുത്തു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല. എന്നാലും പിന്നെ പറയുന്ന വാക്കുകൾ കേട്ടാൽ ശാപത്തിൻ്റെ വാക്കുപോലും തോന്നും. ഒന്നുമില്ല. യഹോവയായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെയും വേറെ ആരെയും ആ ലെവലിലുള്ള സ്നേഹം ഒക്കത്തില്ല. കൊടുത്തു കഴിഞ്ഞു, തീർന്നു, വേറെ ഒന്നുമില്ല. യേശുക്രിസ്തു പറഞ്ഞു, ഓർക്കുന്നോ, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നെങ്കിൽ അപ്പനെയും അമ്മയും, മലയാളത്തിൽ എങ്ങനെ, വെറുക്കണം. യു മസ്റ്റ് ഹേറ്റ് യുവർ ഫാദർ ആൻഡ് മദർ. പലരും ക്രിസ്തീയ വിശ്വാസത്തെ തെറ്റിദ്ധരിച്ച്, ബൈബിള് തെറ്റിദ്ധരിച്ചിട്ട് പലരും പറയും, കണ്ടോ, ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലിജൻ ഓഫ് ഹേറ്റ്രഡ്. അവർക്ക് വചനം അറിയാത്തതുകൊണ്ടാ, അവർക്ക് ലിറ്ററേച്ചർ അറിയാത്തതുകൊണ്ടാ. ഇംഗ്ലീഷിൽ അതിന് പറയുന്ന ഹൈപ്പർബിളി, അതിൻ്റെ മലയാളം വാക്ക് എനിക്കറിയത്തില്ല, മലയാളം ഗ്രാമറിനെ കുറിച്ച് പരിചയമില്ല. ഹൈപ്പർബിളി എന്ന് പറയും, അല്ലെങ്കിൽ ഹൈപ്പർബോളിക് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. ഒരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടി നമ്മളതിനെ അതിശയോക്തി, ഒരു കാര്യം വ്യക്തമാക്കാൻ, ക്ലിയർ ആക്കാൻ വേണ്ടി അതിനെ ഇച്ചിരി എക്സാജറേറ്റ് ചെയ്ത് പറയും, അല്ലേ? ഇംഗ്ലീഷിൽ പറയും, ഐ എം സോ ഹംഗ്രി ദാറ്റ് ഐ കൻ ഈറ്റ് എ ഹോഴ്സ്. കുതിരയെ തിന്നിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ മലയാളത്തിൽ പറയുമായിരിക്കും, അല്ലേ, എനിക്ക് ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടെന്ന്. നമ്മളാരും ആനയെ തിന്നിട്ടില്ല, അതിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. എന്നാലും ഒരു ആനയെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. അതിൻ്റെ അർത്ഥം ഈ പുള്ളി ആനയെ തിന്നിട്ടുണ്ട്, അതൊന്നുമല്ല. അതെടുത്ത് കാണിക്കാൻ വേണ്ടി. സോ ഹേറ്റ് യുവർ ഫാദർ ആൻഡ് മദർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും, അയ്യോ അങ്ങനെയൊക്കെ യേശു പറഞ്ഞു. എന്നാലും ചിന്തിച്ചു നോക്കിയാണ്, യഹോവയായ ദൈവത്തോടുള്ള സ്നേഹം, ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ മറ്റ് സ്നേഹങ്ങളെല്ലാം ഒരു ഹേറ്റ്രഡിനെ പോലെ. കാരണം അതിൻ്റെ ആ ഡിഫറൻസ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ, അങ്ങനെ യഹോവയായ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെന്തോ ഡിമാൻഡാ, ഇങ്ങനൊക്കെ. ശരി, കുഴപ്പമില്ല, ഞാൻ ഒരു ഡൊണേഷൻ തരാം, അല്ലേ? പലരും ഡൊണേഷൻ കൊടുക്കും. ഇത് ഡൊണേഷൻ ഒന്നുമല്ല, മൊത്തം കൊടുക്കാൻ, പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട് ഇങ്ങനെ സ്നേഹിക്കണം. അപ്പം നമ്മളിലുള്ള എല്ലാം കർത്താവിന് വേണ്ടി മാത്രം എന്നുള്ളൊരു ജീവിതം. ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് ആരിങ്ങനെ ജീവിക്കാനാ? അല്ലെ ഇതെല്ലാം കളഞ്ഞിട്ട് സന്യാസിയായിട്ട് പോകണോ? അങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ല.
അങ്ങനെ ജീവിക്കാൻ പറഞ്ഞിട്ടുമില്ല. നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യണം, കുടുംബത്തെ സ്നേഹിക്കുകയും ചെയ്യണം, പോറ്റി പുലർത്തണം, കരുതണം, എല്ലാം ചെയ്തിരിക്കണമെന്ന് പറയുന്നു. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇതാണ്: പൂർണ്ണ ഹൃദയത്തോട്, മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ യഹോവയെ സ്നേഹിക്കണം. അത് ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് ഒരു പിതാവായിരിക്കാൻ വേണ്ടിയുള്ള കേപ്പബിലിറ്റി, അതിൻ്റെ കഴിവ് കുറയുക, ഒക്കുന്നില്ല. എന്നിട്ട് പോലും ഒക്കുമോ? പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾ നിങ്ങളെ വളർത്തിയതൊക്കെ, ഞങ്ങളും കൊച്ചു പിള്ളേരായിരുന്നു, ഞങ്ങൾക്ക് എന്താ അറിയാം, ഞങ്ങളും ഓൺ ദ ജോബ് ട്രെയിനിങ്ങാ, ഇതിന് പ്രീവിയസ് ട്രെയിനിങ്ങും ഒന്നുമില്ല. ചിലപ്പം ഞങ്ങൾ കോപിച്ചോ സംസാരത്തിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യാനാ, അല്ലേ? നമ്മളും വളർന്നുകൊണ്ടിരിക്കുക, നമ്മളും ഈ ജീവിതം എന്തുവാ, ഈ ലോകം എന്തുവാ നമ്മളും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കുഞ്ഞുങ്ങളെ അവർ പോകേണ്ട വഴിയെ നടത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ തന്നെ കർത്താവേ അങ്ങനെ വഴിയിലാണോ ഞാൻ നടക്കുന്നത്, നമ്മൾ തന്നെ ഭയപ്പെട്ടിരിക്കുക. എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്ന യഹോവയെ, ദൈവത്തെ സ്നേഹിക്കുക, എല്ലാം കൊണ്ട് സ്നേഹിക്കുക. വേറെ ഒന്നിനും നമ്മുടെ ഹൃദയത്തിന് ഒരവസരം കൊടുക്കരുത്, ആ ഒരു സ്ഥാനത്തിന്. എന്നാലും ഈ ലോകത്തിൽ പല കാര്യങ്ങളും അതിനുവേണ്ടി കയറി പിടിക്കും. ഒന്ന്, എനിക്ക് റെസ്പെക്റ്റ് വേണം, പണം ആവശ്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊരിക്കലും പോരാന്ന് ചിന്തിക്കും. ഞാൻ പറഞ്ഞില്ലയോ, പണ്ട് 1985 ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ വായിക്കുക. അന്നൊരു ബില്യനയർ, വലിയൊരു ധനവാനായ മനുഷ്യനെ ഒരു റിപ്പോർട്ടർ ഇൻ്റർവ്യൂ ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പുള്ളി ഈ ചില കുടുംബ പ്രശ്നവും വഴക്കും കേസും വഴക്കും പ്രശ്നമായിട്ട് കിടക്കുന്ന ചില വസ്തുണ്ടല്ലോ, അതവിടെ കിടക്കും. ആർക്കും തൊടാനൊക്കത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല, കാട് പിടിച്ച് നശിച്ച് കിടക്കും. ഇങ്ങനെയുള്ള ചില വസ്തു, നല്ല ടൗണിൻ്റെ നല്ല മധ്യസ്ഥാനത്തിരിക്കുന്ന ചില വസ്തുക്കളുണ്ട്, അടൂരുമുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയോ? അങ്ങനെയുള്ള വസ്തു പോയി അങ്ങ് വാങ്ങിക്കും, ചൂട് വിലയ്ക്ക് കിട്ടും. പിന്നെ കോടതി കയറി ഇറങ്ങി അതെല്ലാം ക്ലിയർ ആക്കി എടുത്തിട്ട് പ്രോപ്പറായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലാക്കി കിട്ടും. പിന്നെ അത് തിരിച്ചു വിൽക്കും. അപ്പോഴത്തേക്ക് ചെറിയ വിലയ്ക്ക് വാങ്ങിച്ചത് ഭയങ്കര വിലയിലായിരിക്കും. എപ്പോഴാണേലും പല പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള വാങ്ങിച്ചിട്ട് അതിൻ്റെ പുറകെ യുദ്ധം ചെയ്യുക, കോടതി കയറി ഇറങ്ങി. അപ്പം ഒരു റിപ്പോർട്ടർ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും പണമുണ്ടല്ലോ, ഇത്രയും സ്വത്തുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ ഇനിയും ഇങ്ങനെ കിടന്ന് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ ഇനിയും പുതിയ പ്രോപ്പർട്ടി മേടിച്ച് കോടതി കയറി ഇറങ്ങി ഇതെല്ലാം ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്ത് വേണം ഇനിയും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 1985 ഞാൻ വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇതാണ്. പുള്ളി പറഞ്ഞു, ഐ വാണ്ട് $1 more. എനിക്ക് $1 വേണം. മൾട്ടി ബില്യൺ ഡോളേഴ്സ് ഉള്ള വ്യക്തിയാണ് പുള്ളി. എനിക്ക് $1 വേണം. അതാ പുള്ളി പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും എത്ര കിട്ടിയാലും പോരാ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. കാരണം ഇദ്ദേഹത്തിന് എന്നെക്കാട്ടിലുണ്ട്, ഇവർക്ക് എന്നെക്കാട്ടിലുണ്ട്, ഇന്നാർക്ക് എന്നെക്കാട്ടിലുണ്ട്, അവർക്ക്. അപ്പം ഞാനും അത്രയും കുറവാകുന്ന എങ്ങനെയാ? അപ്പം പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഹൃദയത്തിന് വേണ്ടി കോമ്പറ്റീഷൻ കിടപ്പുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലൈഡിലോട്ട് നോക്കാം. രണ്ടാമത്തെ സ്ലൈഡിൽ, what's in your heart spreads
to your entire home. നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മുടെ ഭവനത്തിലുള്ളതിലേക്ക് വ്യാപിക്കുന്നു. ഞാനിത് ChatGPT സഹായം ഉപയോഗിച്ചു. പിന്നെ അതിനെക്കുറിച്ച് മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ ഏകദേശം, എന്നാലും മലയാളം ഗ്രാമർ ശരിയായിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം. What's in your heart spreads to your entire home. ഒരപ്പൻ്റെ ഹൃദയം എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ഹൃദയത്തിൽ എന്തുവാ കിടക്കുന്നത്, അത് ആ ഭവനത്തിലും കാണും. ഇന്നലെ രാവിലെ ഒരു കൂട്ടം സ്റ്റുഡൻസിനോട്, സെമിനാറിലെ സ്റ്റുഡൻസിനോട് ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യുമായിരുന്നു. ദാവീദ് 51 സങ്കീർത്തനം എഴുതിയത് ബത്ശേബയുമായിട്ടുള്ള പാപം കഴിഞ്ഞിട്ട് നാഥാൻ പ്രവാചകൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് ആയിരുന്നു 51 സങ്കീർത്തനം. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു, അദ്ദേഹം ഒരു പിതാവായിരുന്നു. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു, നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, എന്നാലും നിന്റെ തലമുറയിൽ ഇതിൻ്റെ ഫലം വരാൻ പോകുന്നത് പരസ്യമായിട്ടായിരിക്കും. അദ്ദേഹത്തിന് മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, നല്ല മനുഷ്യനൊക്കെയാണ്. സങ്കീർത്തനങ്ങൾ എന്തെഴുതി, ദൈവത്തെ ഒത്തിരി സ്നേഹിച്ചൊരു മനുഷ്യനാണ്. ദൈവം അദ്ദേഹത്തെ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മുഖാന്തരം എന്ത് സംഭവിച്ചു? കുടുംബം നോക്കിയാൽ പൊളിഞ്ഞതാ, തകർന്ന കുടുംബം. അതൊക്കെ വായിക്കുമ്പം തന്നെ ഉണ്ട്, ദൈവമേ എന്തോ ജീവിതമാ, എന്തോ തലമുറ ഇങ്ങനെ ആയിപ്പോയല്ലോ. അവൻ പറയുന്നത് ശലോമോൻ വലിയ കുഴപ്പം. ശലോമനോ നോക്കിയേ, അതതിനെക്കാട്ടിലും. പിതാക്കന്മാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒന്നാമത്തെ പോയിന്റ് ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. നമ്മുടെ ഹൃദയം മൊത്തം നിറഞ്ഞ് ദൈവം നിറഞ്ഞിരിക്കണം, ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞിരിക്കണം. പണമില്ലയോ സാരമില്ല, പട്ടിണിയാണോ സാരമില്ല, ചൂട് വെള്ളം കുടിച്ച് വയറങ്ങ് നിറയ്ക്ക്, കുഴപ്പമില്ല. ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹം നിറഞ്ഞിരിക്കട്ടെ. മറ്റുള്ളവരെക്കാട്ട് കുറഞ്ഞതേ ഉള്ളോ, സാരമില്ല, സ്തോത്രം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവായ ദൈവത്തോടുള്ള സ്നേഹം പൂർണ്ണമായിട്ടും നിറഞ്ഞിരിക്കട്ടെ. വേറെ ഒന്നിനും സ്ഥാനമില്ലാത്ത പോലെ, വേറെ ഒന്നിനും ഒരു പ്ലേസ് ഇല്ലാത്ത പോലെ, വേറെ ഒന്നിനും അവസരമില്ലാത്ത പോലെ, വേറെ എന്തിനോടുള്ള സ്നേഹം ഒരു ഹേറ്റ്രഡ് പോലെ തോന്നുന്ന പോലുള്ള അതിസ്നേഹം, അതിമടങ്ങായിട്ടുള്ള സ്നേഹം ദൈവത്തോട് നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനാണെങ്കിൽ നമ്മുടെ ഭവനത്തിലോട്ട് അത് പകരാൻ തുടങ്ങും. നമ്മുടെ ഭവനം പെർഫെക്റ്റ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അത് ഭവനത്തിലോട്ട് പകരാൻ തുടങ്ങും. അത് ഞാനൊരു എക്സാമ്പിളായി ദാവീദിൻ്റെ ജീവിതം പറഞ്ഞത്. ദാവീദിൻ്റെ ജീവിതം എങ്ങനായിരുന്നോ അതിൻ്റെ അതിമടങ്ങ് തലമുറകളിലോട്ട് പോയി. സ്തോത്രം. ആരെങ്കിലും തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അവരുടെ മാർക്കിനെക്കുറിച്ച്, നല്ല മാർക്ക് വേണം കേട്ടോ, അതിനെക്കുറിച്ച് ഒത്തിരി ഭാരപ്പെടേണ്ട. അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, നല്ല വിദ്യാഭ്യാസം വേണം കേട്ടോ, അല്ല അതിനെക്കുറിച്ചും ഒത്തിരി ഭാരപ്പെടല്ലേ. അവരുടെ ജോലിയെക്കുറിച്ച്, നല്ല ജോലി വേണം, അതും ഒത്തിരി ഭാരപ്പെടല്ലേ. അവരുടെ സാമ്പത്തിക നിലവാരം, അതും നല്ല സാമ്പത്തിക നിലവാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണം, അതിനെപ്പറ്റി ഒത്തിരി ഭാരപ്പെടല്ലേ. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയുണ്ട്, അതിനെപ്പറ്റി ഭാരപ്പെടണം. അതിനൊന്നാം സ്ഥാനം കൊടുക്കണം. ബാക്കിയെല്ലാം ഇച്ചിരി കുറഞ്ഞോട്ട് സാരമില്ല, ദൈവം അവരെ നയിച്ചോളും, ദൈവം നോക്കിക്കോളും. ദൈവം നമ്മളെ എത്രത്തോളം നടത്തിയല്ലോ. നമ്മുടെ മിടുക്കും കഴിവും വല്ലതും ആയിരുന്നോ? അല്ല.
നമ്മുടെ തലമുറയെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യത്തിലായിക്കോട്ടെ. ഇവർ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ അറിയണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. സ്തോത്രം. കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്നോ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്നോ, ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കട്ടെ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ ജീവിക്കട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളും രണ്ടാം സ്ഥാനമായിരിക്കട്ടെ. സ്തോത്രം. What's in your heart spreads to your entire home. നോക്കി 6ഉം 7ഉം വാക്യങ്ങൾ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ, ഇത് ഭയങ്കര ഒരു വാക്യമാണ് കേട്ടോ, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇത് വായിച്ചാൽ എപ്പോഴും കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണോ? ബാക്കി കാര്യങ്ങളൊന്നുമില്ല ജീവിതത്തിൽ. പഠിക്കണ്ടായോ? ജോലി വേണ്ടായോ? വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടായോ? ഒരു വാഹനം വേണ്ടായോ? യാത്ര ചെയ്യണ്ടായോ? കുടുംബത്തിൻ്റെ പല ഉത്തരവാദിത്തങ്ങളില്ലയോ? അതെല്ലാം ഉണ്ട്. എന്നാലും ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാനം യഹോവയോടുള്ള സ്നേഹമായിരിക്കണം. അത് നമ്മൾ മനഃപൂർവ്വം കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അവരെല്ലാം മനസ്സിലാക്കിക്കോളും? ഇല്ല, ഒന്നും മനസ്സിലാക്കത്തില്ല. പറഞ്ഞു കൊടുക്കണം. കുഞ്ഞെ, ഇത് നമ്മൾ ചെയ്യുന്നതിന് കാരണം ഇതാണ്, ഇന്നത് നമ്മൾ ചെയ്യുന്ന കാരണം ഇതാണ്. ഓരോ 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 കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അല്ല, ഞായറാഴ്ച അവർ സൺഡേ സ്കൂളിൽ ഒന്നും അങ്ങനൊന്നും പറയണ്ട, വേണ്ട. സൺഡേ സ്കൂളൊന്നും അല്ല, യൂട്യൂബും കൊള്ളത്തില്ല, ഒന്നും പോരാ. ആവശ്യം സൺഡേ സ്കൂൾ വേണം കേട്ടോ, അത് നല്ലതാണ്. യൂത്ത് മീറ്റിംഗ് വേണം, ഇതെല്ലാം നമുക്ക് വേണം. ഞായറാഴ്ച പ്രസംഗങ്ങൾ വേണം, ഇതെല്ലാം വേണം. എന്നാലും ഇതൊന്നും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. നമ്മുടെ ഭവനത്തിൽ കുഞ്ഞുങ്ങളെ ഓരോ കാര്യങ്ങൾ സ്പെസിഫിക്കായിട്ട് ഇൻസ്ട്രക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ, പ്രത്യേകിച്ച് ഹൈസ്കൂളിലായപ്പോൾ, ഗവൺമെൻറ് ഒരു പ്രത്യേക ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി സീനിയറായിട്ടുള്ള സ്റ്റുഡൻസിനുള്ള ഒരു ചെറിയ ജോലി പോലെ എന്ന് അന്നത്തെ ഒരു മിനിമം വേജ് കൊടുക്കും. അപ്പം സ്കൂള് എല്ലാം കഴിഞ്ഞിട്ട് 2 മണിക്കൂർ, എനിക്ക് തോന്നുന്നത് ആഴ്ചയിൽ 3 ദിവസമോ 4 ദിവസമോ, അതോ എല്ലാ ദിവസവും എനിക്കൊപ്പം ഓർമ്മയില്ല, ഇത്ര ദിവസം 2 മണിക്കൂർ നിൽക്കും ഒരു ക്ലാസ് റൂമില്ല. ഇങ്ങനെ സ്റ്റുഡൻറ്റ് ട്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്നത്തെ മിനിമം വേജ് കിട്ടുമായിരുന്നു ആ 2 മണിക്കൂറത്തേക്ക്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോരുത്തർ വരും, അവരെ ഇതിൽ സഹായിക്കും. പിന്നെ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. അപ്പം ഞാനൊരു പ്രാവശ്യം ഈ പൈസ ഞാൻ എടുത്ത് എൻ്റെ കയ്യിൽ ഇരിക്കുക. അപ്പം എൻ്റെ പപ്പ അത് കണ്ടപ്പോൾ പപ്പ പറഞ്ഞു, എടാ അഞ്ഞുകൊണ്ടെന്ന്. ഞാൻ പപ്പായുടെ അത് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, പപ്പായുടെ കയ്യിലിരുന്ന പഴയ നോട്ട്, അപ്പോൾ എൻ്റെ കയ്യിലിരുന്നത് നല്ല പുത്തൻ നോട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അച്ചടിച്ച് അങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ, അതുപോലെ ഇരിക്കുന്ന ബ്രാൻഡ് ന്യൂ നോട്ട് എൻ്റെ കൈ കിട്ടിയത്. പപ്പായിരുന്ന പഴയ കുറച്ച് നോട്ട് എൻ്റെ തന്നിട്ട്, ആദ്യം ഞാൻ തരാം, നീ ഇത് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, അതൊന്നും തുടക്കാനാ? എനിക്ക് സ്തോത്രാഴ്ച ഇടാനാ. ഞാൻ പറഞ്ഞു, പപ്പ ഇത് പുതിയ നോട്ടിട്ടാലും പഴയ നോട്ടിട്ടാലും ഒരു ഡോളർ 5 ഡോളർ ഇത് ഇവൻ്റെ വ്യത്യാസം വല്ലതും ഉണ്ടോ? അങ്ങനെയൊക്കെ ഒന്നും അറിയത്തില്ല. നീ പോ, ദൈവത്തിന് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കണം, എല്ലാ രീതിയിലും നല്ലതായിരിക്കണം. ശരിയാ, വാല്യൂ വ്യത്യാസമൊന്നുമില്ല, ഒരേ വാല്യൂ തന്നെയാണ്. പഴയ നോട്ടാണെങ്കിലും പുതിയ നോട്ടാണെങ്കിലും. ഞാൻ പപ്പ പറഞ്ഞത്, ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും നല്ലതായി കൊടുക്കണം. നമുക്ക് കൊടുക്കാൻ ഒത്തിരി ഒന്നും കാണത്തില്ല, ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ കുറച്ചേ കാണത്തുള്ളൂ. എത്ര ആണെങ്കിലും ദൈവമേ, എനിക്ക് എൻ്റെ ദൈവത്തിന് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ചെയ്യണം. സ്തോത്രം. ലോകം മുഴുവൻ നേടുമെന്ന് പറഞ്ഞാൽ എനിക്കൊക്കത്തില്ല.
അതിനുള്ള കഴിവില്ല, അതിനുള്ള അറിവില്ല എനിക്ക്. എന്നാലും ചെറിയ ചെറിയ കാര്യം ഞാൻ ചെയ്യുന്നതോ അതെനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണം. സ്തോത്രം. തറ തൂക്കുവാന്നോ തുടയ്ക്കുവാന്നോ ഏത് കാര്യം ചെയ്യുന്നു കർത്താവിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. ലാസ്റ്റ് മിനിറ്റുള്ള പരിപാടി കർത്താവിന് വേണ്ടി ചെയ്യല്ലേ. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മൾ സ്കൂളിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന കാര്യവും കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒത്തിരി ഭാരപ്പെടുകയും അവരുടെ പല കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി വിഷമിക്കുകയും അതിനുവേണ്ടി അതിമടങ്ങ് നമ്മൾ ശ്രമിക്കും. ദൈവത്തെ ആരാധിക്കുന്ന കാര്യം വരുമ്പോഴും ഭവനത്തിലെ പ്രാർത്ഥന കാര്യങ്ങൾ വരുമ്പോഴും ഒക്കെയും അതെപ്പോഴും ഉഴപ്പി വിട്ട്. പണ്ടൊരു തമാശ ഉണ്ടായിരുന്നു, ഓർക്കുന്നു. നമ്മൾ ഇപ്പം കറണ്ട് കട്ടില്ല പണ്ടത്തെ പോലെ. അപ്പം പണ്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച 6 തൊട്ട് 6:30 വരെ ആണെങ്കിൽ അടുത്ത ആഴ്ച 6 തൊട്ട് 7 വരെ. ആരൊരു തമാശ പറഞ്ഞു, വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഒരാഴ്ച 6 തൊട്ട് 6:30 വരെ, അടുത്ത ആഴ്ച 6 തൊട്ട് 7 വരെ. കാരണം ആ 1/2 മണിക്കൂർ കറണ്ടില്ല, TV കാണാനൊക്കത്തില്ല, റേഡിയോ ഒക്കത്തില്ല, അതുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കത്തുള്ളൂ. പണ്ടത്തെ ഒരു തമാശയായിരുന്നു. ഇപ്പം അത് മനസ്സിലാകത്തുമില്ല, കാരണം ഇപ്പം കറണ്ട് കട്ടില്ല. നമ്മൾ ഈ മനഃപൂർവ്വം ഫോണും മൊബൈലും TVയും എല്ലാം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് കർത്താവിന് വേണ്ടി ഒരു 15 മിനിറ്റ് ഒരു 1/2 മണിക്കൂർ ഇരിക്കാമോ? എല്ലാ ദിവസവും ഫോൺ കോൾ വരുമ്പോൾ എടുക്കാതിരിക്കാമോ? വല്ല അത്യാവശ്യമാണ്, അത്ര അത്യാവശ്യമാണെങ്കിൽ എത്ര പോലീസിൻ്റെ നമ്പർ 100, 101, 108 ഒക്കെ എഴുതി വെച്ച് വിളിച്ചോട്ടെ. അത്ര അത്യാവശ്യമാണെങ്കിൽ പോലീസിനെ വിളിക്കാമല്ലോ. ഞാൻ ഓടിച്ചേരേണ്ട ആവശ്യമില്ല. ഞാൻ ചെല്ലുന്ന ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ആരും നോക്കും. അത്ര അത്യാവശ്യങ്ങളൊന്നുമില്ല. ദൈവം കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യമേ ഉള്ളൂ, ദൈവം കഴിഞ്ഞിട്ടുള്ള കാര്യമേ ഉള്ളൂ. അങ്ങനെയുള്ള മനസ്സ് നമുക്ക് വേണം, അങ്ങനെയുള്ള നിർബന്ധം വേണം കേട്ടോ. പിതാക്കന്മാർക്കുള്ളൊരു പ്രശ്നമായി ചില കാര്യങ്ങളെക്കുറിച്ച് നിർബന്ധമല്ല. ഈ ഒരു കാര്യം അങ്ങ് നിർബന്ധമാക്കണം. ഈ ഒരു കാര്യം ഉറപ്പാക്കണം, ഈ ഒരു കാര്യം ഡിമാൻഡ് ആക്കണം. ബാക്കിയെല്ലാം ഡിമാൻഡ് കുറയട്ടെ, ബാക്കിയെല്ലാം നിർബന്ധങ്ങൾ കുറയട്ടെ. ഈ ഒരു കാര്യം നിർബന്ധമായിരിക്കണം. നമുക്ക് യഹോവയെ സ്നേഹിച്ചേ പറ്റൂ, യഹോവയെ സേവിക്കണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണണം, അത് അവരറിയണം. സ്തോത്രം. ചിലപ്പോൾ അവർ ചോദിക്കും, പപ്പ ഇതെന്തുവാ, ഇത് വേറെ പണിയില്ലയോ എന്നൊക്കെ അവർ പറയുമായിരിക്കും. സാരമില്ല, അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. കാരണം ഞാനൊന്ന് പപ്പയോട് ചോദിച്ചു, പപ്പ എന്തുവായി പറഞ്ഞു, പപ്പ ഈ $1 അതിൻ്റെ വൃത്തി അനുസരിച്ച് വല്ല വിഷയമുണ്ടോ? അപ്പോൾ പറഞ്ഞത് എന്തുവാ, നിനക്കൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം ഏറ്റവും ബെസ്റ്റ് ചെയ്തിരിക്കണം. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിലൊരു ദേവദാസനുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു. 1987 അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരുന്നു. സുവിശേഷ വേല ഇറങ്ങി വിവാഹം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഒരു കുഞ്ഞുണ്ട്. അന്ന് ന്യൂയോർക്കിൽ ചെന്ന് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അത്ര അവസരങ്ങളില്ല, പലയിടത്തും പോകാനൊന്നും അവസരങ്ങളില്ല. അന്ന് പപ്പ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച്, അന്ന് ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. ഓരോ പാസ്റ്റേഴ്സിനെല്ലാം പരിചയമുണ്ട്. എല്ലാവരെയും വിളിച്ച് ഇദ്ദേഹത്തിന് വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്ത് ഓരോരുത്തർക്കും കൊണ്ടുപോയി കൈക്ക് പിടിച്ച് വിളിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഞാൻ പലപ്പോഴും പപ്പയോട് ചോദിച്ചിട്ടുണ്ട്, പപ്പ ദേശത്തുള്ള ആൾക്കാരെല്ലാം വീട്ടിൽ കൊണ്ട് താമസിച്ചിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ പിറുപിറുത്തിട്ടുണ്ട്. കാരണം പലപ്പോഴും ഞങ്ങളുടെയായിട്ടൊരു മുറിയില്ല. മുറികളൊക്കെ ഉണ്ട്, എന്നാൽ ഞങ്ങൾക്ക് മുറി കിടക്കാൻ അവസരമില്ല. ചിലപ്പം ലിവിങ് റൂമിലോ ഇപ്പുറത്തോ ഇപ്പുറത്തോ കാരണം വീട്ടിലുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ആഴ്ചകൾ, ചിലപ്പോൾ മാസങ്ങൾ നിൽക്കുന്ന കാണും. ഞങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാലും ദൈവവേലയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ദൈവനാമത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്തത്, അതിൻ്റെ അനുഗ്രഹങ്ങൾ തലമുറകൾ അനുഭവിക്കും. സ്തോത്രം. മറ്റുള്ളവരത് കാണുമ്പോൾ അവർ പറയും, അത് ഈ കാരണം മുതൽ ആ കാരണം മുതൽ അമേരിക്കയിൽ പോയതുകൊണ്ടാണ് ഇതുകൊണ്ടാന്നൊക്കെ പറയും. ഇല്ല, അതല്ല. വചനം നോക്കുമ്പോൾ അങ്ങനെയല്ല. യഹോവയെ മാനിക്കുന്നുണ്ടോ? നമുക്കിനി ഈ തലമുറയിൽ അതിന് അവസരമുണ്ട് കേട്ടോ. യഹോവയെ മാനിക്കാനൊരു അവസരമുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിൽ ഇപ്പോൾ പിതാക്കന്മാർ ചെയ്ത കാര്യം നമുക്കിനി അതിൻ്റെ മേൽ കൺട്രോളില്ല. കാരണം നമുക്കൊരവസരമുണ്ട്. എനിക്ക് യഹോവയെ മാനിക്കാം, എനിക്ക് പൂർണ്ണ ഹൃദയത്തോട് എൻ്റെ കർത്താവിനെ സ്നേഹിക്കാം, എനിക്ക് എൻ്റെ കുടുംബത്തിൽ
നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ, ഇങ്ങോട്ട് പോകുമ്പോൾ, എവിടെ പോയാലും, എന്ത് ചെയ്താലും, ഏത് കാര്യം ചെയ്താലും യഹോവയെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. സ്തോത്രം. അതെല്ലാം അമ്മമാർക്ക് വിട്ടുകൊടുക്കല്ല കേട്ടോ, പിതാക്കന്മാർ ചെയ്യണം. പിതാക്കന്മാർ ചെയ്യണം. അമ്മമാർ ചെയ്യേണ്ടി അവർ ചെയ്യട്ടെ, എന്നാലും പിതാക്കന്മാർ ചെയ്തിരിക്കണം. നമ്മൾ പറയണം, കുഞ്ഞുങ്ങളെ ഇതാണ് വിഷയം, ഇങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത്, ഇതുകൊണ്ടാണ് ഇന്ന കാര്യം ചെയ്യുന്നത്. അവർ ഓരോ ചോദ്യങ്ങളൊക്കെ, പപ്പ ഇതെന്തുവാ, ഇങ്ങനെ അതാ ഇതാന്നൊക്കെ ഓരോന്നും പറയും. അതെല്ലാം നമ്മൾ വില കൊടുക്കാൻ പോരുത്. നമ്മൾ ഈ കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമെടുക്കാം. നമ്പർ 3, വാട്ട്സ് ഇൻ യുവർ ഹോം ഈസ് വിസിബിൾ ടു എവ്രി വൺ. നമ്മുടെ ഭവനത്തിലുള്ളത് എല്ലാവർക്കും ദൃശ്യമാണ്. 8-ാം വാക്യം, 8-9. യഹോവ അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യപട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീട്ടിൻ്റെ കട്ടളകളിൽ മേലും പടിവാതിലിനു മേലും എഴുതണം. ഇങ്ങനെയുള്ള വായന കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ മൈക്ക് എടുത്ത് ആരെങ്കിലും വായിക്കാൻ റെഡി ആയിരിക്കണേ. മൈക്ക് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വായന കേൾക്കേണ്ടി വരും. സ്തോത്രം. വാട്ട്സ് ഇൻ യുവർ ഹോം വിൽ ബി വിസിബിൾ ടു എവ്രി വൺ. നമ്മുടെ ഭവനത്തിൽ എന്തുവാ ഉള്ളത്, ഭവനത്തിൻ്റെ അവസ്ഥ എങ്ങനെയാ, അത് പുറത്ത് കാണും, അത് പുറത്തറിയും. ഭവനത്തിൻ്റെ അവസ്ഥ എങ്ങനെയാ, അത് പുറത്തറിഞ്ഞിരിക്കും. യഹൂദന്മാർ ഈ വാക്യം വായിച്ചിട്ട് ഈ ന്യായപ്രമാണം മൊത്തം കൊച്ചു പേപ്പറിൽ, ചുരുളയിൽ, വളരെ മൈക്രോസ്കോപ്പിക് അല്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു അക്ഷരത്തിൽ ഇതെല്ലാം എഴുതും. ആദ്യത്തെ 5 പുസ്തകം തോറ കേട്ടോ, ആദ്യത്തെ 5 പുസ്തകം അതിങ്ങനെ എഴുതി കുഞ്ഞു പീസായിട്ട് എഴുതിയിട്ട് ചുരുളായിട്ട് വെച്ചിട്ടുണ്ട്. അവർ പ്രത്യേകിച്ച് പരീശന്മാരൊക്കെ അവരിങ്ങനെ നെറ്റിയല്ലത് വെച്ച് കെട്ടി കൊണ്ട് നടക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്തെ കാര്യം പറയാം. ഈ വാക്യം വായിച്ചിട്ട്, എന്നാലും അതിൻ്റെ ഉദ്ദേശം ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് നടക്കണമെന്നല്ല. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ആര് നമ്മളെ കണ്ടാലും ശ്രദ്ധിക്കുന്ന ഈ ഭാഗമല്ലേ. ആര് നമ്മളെ കണ്ടാലും പറയണം, ഓ ഇത് യഹോവയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അവർ ചോദിക്കണം, നിങ്ങൾ എന്തിനാ ഇത്രയും ദൈവത്തെ സേവിക്കാൻ പോകുന്നത്, എന്തിനാ ദൈവത്തെ ഇത്രയും? അവർ മനസ്സിലാക്കത്തില്ല, എന്നാലും നമ്മളെ കാണുമ്പോൾ തന്നെ അവർ മനസ്സിലാക്കണം, ഇദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കുക. നമ്മുടെ ഭവനം കാണുമ്പോൾ അവർ മനസ്സിലാക്കണം, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ വീട് കാണുമ്പോൾ അവർ മനസ്സിലാക്കണം, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ കാര്യങ്ങളാണെന്നോ കാണുന്നോ, മനസ്സിലാക്കണം, ഇദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതമാണ്. സ്തോത്രം. നമുക്കത് മറച്ചു വയ്ക്കാൻ ഒക്കത്തില്ല. എനിക്കറിയാം, ചിലർ ബൈബിള് പ്ലാസ്റ്റിക് കവറിനകത്ത് കൊണ്ടുപോകത്തുള്ളൂ. മഴ നനയായിരിക്കാം, സാരമില്ല, കാണട്ടെ, ഓ അത് വേണ്ട, കുഴപ്പമില്ല. അവർക്കറിയാം നമ്മുടെ ജീവിതം കാണുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, നമ്മുടെ ഭവനത്തിലെ സംസാരങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ. അയൽവക്കത്തുള്ള വീട്ടിലെ വല്ല സംസാരം കേൾക്കാറുണ്ടോ? ചിലപ്പോൾ മൈക്രോഫോൺ പോലെ ഇങ്ങനെ കേൾക്കും അല്ലേ, നമ്മുടെ ഭവനത്തിലെ സംസാരങ്ങൾ, അല്ലെങ്കിൽ ബഹളങ്ങളോ, പ്രാർത്ഥനയോ, പാട്ട് പാടുന്നതോ, ഏത് പാട്ടാണ് പാടുന്നതെന്നോ, ടി വിക്കകത്ത് ഏത് ചാനലായിടുന്നതെന്നോ, ചിലപ്പോൾ അതിൻ്റെ ബഹളമായിരിക്കും കേൾക്കുന്നത് അല്ലേ. ചില ഭവനത്തിൽ ചിലപ്പം കേൾക്കാം, അലയ്ക്കുകയും ബഹളം കേൾക്കാം. ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലാകുന്നു, ഇത് ടി വിയാണ്.
കാരണം അത് നല്ല ഉറക്കയായിരിക്കും. നമ്മുടെ ഭവനത്തിലെ അവസ്ഥ പുറത്തുള്ളവർ കാണും. 3 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു അല്ലേ. ഒന്ന്, നമ്മുടെ ഹൃദയത്തിലെ അവസ്ഥ എന്തു ചെയ്യും? ഭവനത്തിൽ അങ്ങനെ ആവും. ഭവനത്തിൻ്റെ അവസ്ഥ സമൂഹത്തിലുള്ളവരത് കാണും, അതറിയും. അവർ കാണുമ്പോൾ, ഈ ലോകം കാണുമ്പോൾ അവർ മനസ്സിലാക്കണം യഹോവയെ സ്നേഹിക്കുന്നവരാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അവർ മനസ്സിലാക്കണം ഇവരുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കുന്നതിൻ്റെ കാരണം ദൈവമുള്ള ഭവനമായതുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ മനസ്സിലാക്കണം ദൈവമുള്ള ഭവനമാണ്. ഈ പുറത്തെ വസ്ത്രത്തിൻ്റെ കാര്യമൊന്നും അല്ല കേട്ടോ. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കണമെന്നും അല്ല ഞാൻ പറയുന്നത്. വസ്ത്രവുമുണ്ട്, അതിൻ്റെ കളറൊന്നുമല്ല വിഷയം. നമ്മളെ കാണുമ്പോൾ അവർ മനസ്സിലാക്കും. ഈ 3 സ്റ്റെപ്സ് മറക്കാതെ നമ്മളെല്ലാവരും, ഇത് പിതാക്കന്മാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. എന്നാലും ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പിതാക്കന്മാരെ എടുത്ത് ഓർപ്പിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാലും പിതാക്കന്മാർക്ക് തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, പിതാക്കന്മാർക്ക് ഇതിൻ്റെ പ്രത്യേകിച്ച് ആത്മീയ കാര്യത്തിലെ നമ്പർ 1 ഉത്തരവാദിത്തം പിതാക്കന്മാർക്ക്. അമ്മമാർക്ക് അതിൻ്റെ സെക്കൻഡറി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞോട്ടെ. നമ്പർ 1 ഉത്തരവാദിത്തം വചനപ്രകാരം പിതാക്കന്മാർക്ക്. നമ്മളിത് ഏറ്റെടുക്കണം. വല്ലവരും പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടുമല്ല, കർത്താവ് പറഞ്ഞിട്ടാണ്. ദൈവം തന്ന കൽപ്പനയാണ് നമുക്ക് വേണ്ടി. 3 സ്റ്റെപ്സ്. ആ സ്ലൈഡ്സ് 3 ഒരുമിച്ച് ഇവിടെ ഉണ്ടല്ലോ. From your heart to your home to your community. What's in your heart is what you love. നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടോ അത് നമ്മൾ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ തിരിച്ചും പറഞ്ഞോട്ടെ, നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നോ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്. രണ്ടാമത്, what's in your heart spreads to your entire home. നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മുടെ ഭവനത്തിലുള്ളതിലേക്ക് വ്യാപിക്കുന്നു. നമ്മുടെ ഭവനം എങ്ങനെയാണെന്നോ അത് കാണുമ്പോഴറിയാം ആ ഭവനത്തിലെ പിതാവിൻ്റെ ഹൃദയം എങ്ങനെയാണെന്ന്. പുറമേ കാണുന്നതല്ല കേട്ടോ, പുറമേ കാണുന്നതല്ല. പുറമേ എനിക്കൊരു പ്രോപ്പർ അതിന് തക്കമുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് പുറമേ ഒരു ഇമേജ് എനിക്ക് കാണിക്കാൻ ഒക്കും. എന്നാലും എൻ്റെ ഹൃദയത്തിലുള്ളത് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന ഭവനത്തിലുള്ളവരാ. പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല കേട്ടോ, ആരും ഏതായാലും പെർഫെക്റ്റ് ഒന്നുമല്ല. പ്രത്യേകിച്ച് പിതാക്കന്മാർ പെർഫെക്റ്റ് അല്ല, എനിക്കതറിയാം. എന്നാലും ഉള്ളിൽ എന്തോ ഉള്ളത് അത് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയും. അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെക്കുറിച്ചുള്ള കാര്യം വളരെ ക്ലിയറായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. ഉള്ളിൽ എന്തുണ്ടോ അത് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളത് മനസ്സിലാക്കും. നമ്മളെ ശരിക്കും റീഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ട് അറിയുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ഹൃദയം എങ്ങനെയാണോ ഭവനം അതുപോലെ. മൂന്നാമത്, what's in your home is visible to everyone outside. നമ്മുടെ ഭവനത്തിലുള്ളത് എല്ലാവർക്കും ദൃശ്യമാണ്. സമൂഹം നമ്മുടെ ഭവനത്തെ കാണുമ്പോൾ വളരെ ക്ലിയറായിട്ട് അവർക്കറിയാം നമ്മുടെ ഭവനം എങ്ങനെയുള്ള ഭവനമാണ്, നമ്മുടെ ഹൃദയം എവിടെയാണെന്നും അവർക്കറിയാം.